السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖിദ്മയിലായി ജീവിക്കാനുള്ള ആയുസ്സും അവസരങ്ങളും നമുക്ക് പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളെ സംബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 6ാം ദിനമായ ഇന്നത്തെ പരിപാടി തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിച്ചത് പരിശുദ്ധ ഇസ്ലാം കേരളത്തിൽ എത്തിയതിനെ തുടർന്നുള്ള ചില ചരിത്രങ്ങളും, അതുപോലെ ആഗോള വ്യാപകമായി യൂറോപ്യൻ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ നരനായാട്ടും ഭൂമി പിടിച്ചടക്കലും സ്വാഭാവികമായും അത് കേരളത്തെയും ബാധിച്ചു. അതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം മുസ്ലിങ്ങൾ തന്നെ ഏറ്റെടുത്തു. അങ്ങനെ മലബാർ കലാപം നീണ്ട പോരാട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. പ്രത്യേകിച്ച് 1921 നവംബർ 20 വാഗൺ ട്രാജഡി പോലുള്ള ദുരിതങ്ങൾ എക്കാലത്തും മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തി വെച്ചു. തുടങ്ങിയ കഥകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ സംസാരിച്ചു. ഭൗതികമായ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും പരിശുദ്ധ ദീൻ നിലനിർത്താൻ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എല്ലാം ത്യജിച്ച് തയ്യാറായി എന്നും ചില കാര്യങ്ങൾ തെളിവുകൾ സഹിതം കഴിഞ്ഞ ദിവസങ്ങൾ പറയുകയുണ്ടായി. ഓരോ കാലഘട്ടത്തിലും സഹാബത്ത് വഴി പഠിച്ച ദീനിനെ നിലനിർത്താൻ വേണ്ടി പണ്ഡിതന്മാരുടെ കൂട്ടായ്മ നിലനിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂഫി പണ്ഡിതന്മാർ അഥവാ ഖാദിരിയ, റിഫായിയ തരീഖത്തുകളുടെ കൈവഴികളിലൂടെയായിട്ട് ഇസ്ലാം പണ്ഡിതന്മാരാൽ ഇവിടെ എന്നും നിലനിൽക്കുകയുണ്ടായി. അതിൽ എന്നും ഓർക്കേണ്ട ഒരു പണ്ഡിത വിഭാഗമാണ് പൊന്നാനി മഖ്ദൂം പണ്ഡിത പരമ്പര. 16ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ മഹാനവറുകൾ ജനിക്കുന്നത് ഹിജ്റ 871 വഫാത്താകുന്നത് ഹിജ്റ 928. മഹാനവറുകൾ മക്കയിലും മദീനയിലും അതുപോലെ ജാമിയ അസ്ഗറിലുമൊക്കെ പഠനം നടത്തി. നോക്കൂ, ഇന്നത്തെ മാതിരി സൗകര്യമുള്ള കപ്പൽ യാത്രാ സൗകര്യമില്ലാത്ത, വിമാന സൗകര്യങ്ങൾ വേണ്ടതുപോലെ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ അത്തരം രാജ്യങ്ങളിലെല്ലാം പോയി അതും മതം പഠിക്കുക, ദീൻ പഠിക്കുക എന്ന ലക്ഷ്യവുമായി അവിടെയെല്ലാം പോയി താമസിച്ചു. ദീർഘകാലം മതം പഠിച്ച് അങ്ങനെ അവർ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ജാമിയുൽ അസ്ഹർ മാതൃകയിൽ പൊന്നാനിയിൽ വലിയ ജുമാഅത്ത് പള്ളി പണിയുകയും ആ പള്ളിയിൽ വൈജ്ഞാനിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ പരമാധികാര കേന്ദ്രം അന്ന് പൊന്നാനിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രമായിരിക്കും ശരി. മഖ്ദൂം പൊന്നാനിയിൽ കൊളുത്തിവെച്ച വിളക്കത്തിരുന്ന് മതം പഠിച്ചവരാണ് നമ്മുടെ കേരളത്തിലെ അവിടെ മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള പണ്ഡിതന്മാർ. ഇന്നത്തെ പണ്ഡിതന്മാരുടെയും പരമ്പര നോക്കുമ്പോൾ അതെല്ലാം മഖ്ദൂമിൽ നമുക്ക് ചെന്നെത്തുന്നതായി കാണാൻ കഴിയും. പൊന്നാനിയിലെ വിളക്കത്തിരുന്ന് ഉന്നത മതവിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങിയവരെയാണ് അന്ന് മുസ്ലിയാർ എന്ന് വിളിച്ചിരുന്നത് എന്നും ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ മുസ്ലിയാമാരായിരുന്നു കേരളത്തിൻ്റെ വിവിധ മഹല്ലുകളിലേക്ക് ഖാദിമാരും മുദരിസുമാരുമായി നിയമിക്കപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ മാലിക് ഇബ്നു ദീനാറും ശിഷ്യന്മാരും പള്ളികൾ പണിതതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലെയും മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ആവശ്യാനുസരണം പള്ളികൾ നിർമ്മിക്കുകയും ആ പള്ളികളൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ വിജ്ഞാന കേന്ദ്രങ്ങളായി പരിലസിക്കുകയും ചെയ്തു. പുത്തനങ്ങാടിയിൽ
AD 1654 പള്ളി നിർമ്മിച്ചപ്പോൾ അവിടേക്ക് ഖാദിയായി ആ നാട്ടുകാർ നിയമിച്ചത് മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഷെയ്ഖ് ജമാലുദ്ദീൻ തങ്ങളെയായിരുന്നു. മലപ്പുറത്ത് പള്ളി പണിയാൻ പൊന്നാനിയിൽ നിന്ന് അയച്ചു കൊടുത്തത് ഹസൻകുട്ടി മഖ്ദൂമിനെയാണ്. തിരൂരങ്ങാടിയിലും പരപ്പനങ്ങാടിയിലും മാഹി അഥവാ മാഹിക്കടുത്ത് തന്നെ ചോമ്പാൽ, കണ്ണൂര്, മാടായി, താനൂര്, പറവണ്ണ, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെല്ലാം ഖാദിസ്ഥാനം നിർവഹിച്ചിരുന്നത് മഖ്ദൂം പരമ്പരയിൽപ്പെട്ട മഹാന്മാരായ ആലിമീങ്ങളായിരുന്നു. മഖ്ദൂം പണ്ഡിതർ കേരളക്കരയാകെ നിറഞ്ഞു നിന്നു. മഖ്ദൂം ഒന്നാമന് ശേഷം ആ സ്ഥാനം അലങ്കരിച്ച പുത്രൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് മഖ്ദൂം, അതുപോലെ മഖ്ദൂം ഒന്നാമൻ്റെ മറ്റൊരു പുത്രനായ മുഹമ്മദ് ഖസാലിയുടെ പുത്രൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അറബി വ്യാഖ്യാന ഗ്രന്ഥമായ ഖത്റുന്നിദയുടെ ഷറഹ് തയ്യാറാക്കിയ ഷെയ്ഖ് ഉസ്മാൻ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ മഖ്ദൂം, സൈനുദ്ദീൻ ആഖിർ മഖ്ദൂം, ചെറിയ ബാവ മുസ്ലിയാർ തുടങ്ങി വലിയ പണ്ഡിത പരമ്പര ആ മഖ്ദൂം പരമ്പരയിൽ നമുക്ക് കാണാൻ കഴിയും. അവരായിരുന്നു ആ കാലഘട്ടത്തിലെ ഖാദിമാർ, അവരായിരുന്നു ആ കാലഘട്ടത്തിലെ മുഫ്തിമാർ, അവരായിരുന്നു ആ കാലഘട്ടത്തിലെ മുദരിസുമാർ. അവർക്ക് കീഴിലായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ. മഖ്ദൂം സ്ഥാനം അലങ്കരിച്ച അവരെ മാത്രമല്ല ഈ മഖ്ദൂം എന്ന് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് അന്ന് മരുമക്കത്തായി നിലനിൽക്കുന്ന കാലമായതുകൊണ്ട് തന്നെ അവരുമായി കെട്ടുബന്ധമുള്ളവരും മരുമക്കത്തായാവുമ്പം ഭാര്യയുടെ വീട്ടിൽ അഥവാ മഖ്ദൂമിൻ്റെ പെൺമക്കളെ കെട്ടുമ്പോൾ അവരുടെ ഭർത്താവ് അവിടുത്തെ താമസക്കാരാകുമ്പോൾ അവരും മഖ്ദൂം പരമ്പരയിൽ പെടുകയാണ്. അവരുടെ മക്കളും അങ്ങനെ പരമ്പരയായി നിലനിൽക്കുകയാണ്. അതുപോലെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഹദ്റമി സാദാത്യങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആ സാദാത്യങ്ങളും എന്തായി, ഈ മഖ്ദൂം പരമ്പരയോട് കണ്ണുചേർന്നു. മാത്രമല്ല പലരും മഖ്ദൂമുകളിൽ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഹദ്റമി സയ്യിദന്മാർ സാദാത്യങ്ങളും ആ പരമ്പരയുടെ ഭാഗമായി മാറുകയുണ്ടായി. ആധ്യാത്മിക പ്രചരണത്തിനായി കേരളത്തിലെത്തിയ വിവിധ കൈവഴികളിലായി, അതായത് ഖാദിരിയ, റിഫായിയ, നക്ഷബന്ദിയ, സുഹ്റവർദിയ തുടങ്ങിയ വിവിധ ഷെയ്ഖുമാരുടെ വഴികളിലായി വന്ന ആളുകളും ഈ മഖ്ദൂം പരമ്പരയുമായി ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ അവരും ആ മഖ്ദൂം പരമ്പരയിലായി നമുക്ക് കാണാം. അവരെയും നമുക്ക് ഈ മഖ്ദൂം പരമ്പരയിലായി കാണാൻ കഴിയും. മലബാറിലാകെ പരന്ന മഖ്ദൂം കുടുംബം ആ പേരിൽ മാത്രമല്ല അറിയപ്പെട്ടത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പഴയകാല പണ്ഡിത കുടുംബങ്ങളായിരുന്നു ഒറ്റകത്ത്, പഴയകത്ത്, പുതിയകത്ത്, നാലകത്തൊക്കെ ഇന്നും പ്രസിദ്ധമായ പണ്ഡിതന്മാർ നാലകത്ത് കുടുംബത്തിൽ നമുക്ക് കാണാൻ കഴിയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണ കാലം മുതൽ അതിൻ്റെ മുഷാവറ മെമ്പറായിരുന്ന അരീക്കോട്, നാലകത്ത് മരക്കാലിട്ടി മുസ്ലിയാരൊക്കെ ആ വഴി പ്രസിദ്ധരാണ്. അവരൊക്കെ മഖ്ദൂം പരമ്പരയുമായി ബന്ധപ്പെട്ടവരാണ്. അതുപോലെ തന്നെ വലിയ പണ്ഡിതന്മാർ നക്ഷബന്ദി വലിയ പണ്ഡിതനായിരുന്ന നക്ഷബന്ദി ഗുരു താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ്, പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ, മമ്പ്രം സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങൾ തുടങ്ങിയവരുടെ ഗുരുനാഥന്മാരും ഈ മഖ്ദൂമി പരമ്പരയിൽപ്പെട്ട വലിയ പണ്ഡിതന്മാരാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നൂറ്റാണ്ടുകളോളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 നൂറ്റാണ്ടിൻ്റെ അടുത്ത്, എന്തായാലും 4 നൂറ്റാണ്ടിലേറെ ഈ മഖ്ദൂമി പരമ്പര നാട്ടിൽ മറ്റു വിദേശങ്ങളിൽ നിന്ന് ദീനീ ദഅവക്ക് വന്നവരും ഈ മഖ്ദൂമുമായി ബന്ധപ്പെട്ടപ്പോൾ ആ നീണ്ട മഖ്ദൂമി പണ്ഡിത പരമ്പര 5 നൂറ്റാണ്ടോളം കാലം കേരളത്തിൻ്റെ ഗതി നിർണ്ണയിക്കുകയുണ്ടായി. മതരംഗത്തെ എല്ലാ വിഷയങ്ങളും അതിനോടൊപ്പം സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ കാര്യങ്ങളും അവരാൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും സ്വാഭാവികമായും ചിലപ്പോൾ പണ്ഡിതന്മാർ തമ്മിലുള്ള മസാല പ്രശ്നം, അല്ലെങ്കിൽ ഗോത്രങ്ങൾ തമ്മിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങൾ, മറ്റു മസാല തർക്കങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. എന്നാൽ അതൊക്കെ
ഈ മഖ്തൂം പണ്ഡിതന്മാരുടെ തീർപ്പോടുകൂടെ പര്യവസാനിക്കുന്ന, നാട്ടിൽ എന്തൊരു വിഷയമുണ്ടെങ്കിലും കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ലാതെ ഈ മഖ്തൂം പണ്ഡിതന്മാരാൽ തന്നെ മസ്ലഹത്തായി കൊണ്ടുപോകുന്ന ചരിത്രമാണ് 5 നൂറ്റാണ്ടോളം കാലം കേരള മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്തൂം, വെളിയങ്കോട് ഉമർ ഖാദി, മമ്പറം തങ്ങൾ, ഷെയ്ഖ് ജിഫ്രി തുടങ്ങിയവർ, അതുപോലെ തന്നെ ഇവരുടെ കാലഘട്ടത്തിലും മഖ്തൂം പണ്ഡിതന്മാരുടെ പരമ്പരയിൽ വന്ന പണ്ഡിതന്മാർ മസ്ലഹത്ത് നടത്തിയ മാതിരി അതുപോലെ സമൂഹത്തിലുണ്ടാകുന്ന നാനാവിധ വിഷയങ്ങളും നന്നാക്കിയെടുക്കുന്നതിന് നേതൃത്വം നൽകിയതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്തൂമിൻ്റെ പരമ്പര പോലെ തന്നെ ആ പരമ്പരയിലൂടെ തന്നെ ശിഷ്യത്വത്തിലൂടെ വന്ന വെളിയങ്കോട് ഉമർ ഖാദിയും അതുപോലെ തന്നെ മഹാനായ മമ്പറം തങ്ങൾ, ഷെയ്ഖ് ജിഫ്രി തങ്ങളെല്ലാം ഇതേ രൂപത്തിൽ മസ്ലഹത്തിലും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ നാനോന്മുഖമായ പുരോഗതിക്കും ഒന്നിച്ച് നേതൃത്വം നൽകിയ മഹാന്മാരായിരുന്നു, ഒരുപോലെ നേതൃത്വം നൽകിയ മഹാന്മാരായിരുന്നു. കേരളീയ മുസ്ലിങ്ങളുടെ ലഭ്യമായ ചരിത്രങ്ങളൊക്കെ നാം വെച്ചു നോക്കുമ്പോൾ ഒരു കാലത്തും പ്രബോധകന്മാരില്ലാത്തതിൻ്റെ പേരിൽ ഇസ്ലാമിന് യാതൊരു നഷ്ടവും വന്നിട്ടില്ല, സമൂഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഈ പരമ്പരാഗതമായി നിലനിൽക്കുന്ന പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിനായി തന്നെ എക്കാലത്തും കേരളീയ മുസ്ലിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബോധപൂർവം ഭിന്നിപ്പുണ്ടാക്കിയ ആളുകൾ, പ്രത്യേകിച്ച് ഈ ഐക്യസംഘം പോലുള്ള ആളുകൾ, അവർ വന്നതിൻ്റെ ശേഷമാണ് പരിഹരിക്കാൻ കഴിയാത്ത വിധം മുസ്ലിങ്ങളിൽ എന്നും ശൈഥില്യങ്ങളുണ്ടായത്. എന്നാലും നമ്മളെ മുൻഗാമികളായ ആലിമീങ്ങൾ ഈ മഖ്തൂമി പരമ്പര അവസാനിച്ച ശേഷവും നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളാൽ പ്രശ്നങ്ങൾ വലുതാക്കാതെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഏത് പ്രതിസന്ധിയിലും ആലിമീങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭിന്നിപ്പുണ്ടാക്കണമെന്ന് നിർബന്ധമുള്ള ഈ ഐക്യസംഘം, അതുപോലെ മജ്‌ലിസുൽ ഉലമ, ഇങ്ങനെയുള്ള തിരുപ്പന്മാർ സംഘടനയുമായി വന്ന ശേഷമാണ് മുസ്ലിങ്ങൾക്ക് ജനങ്ങളിലുണ്ടായിരുന്ന അംഗീകാരത്തിന് ഭംഗം വന്നത്. പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന പണ്ഡിതന്മാർക്ക് ചില പ്രയാസങ്ങൾ വന്നത്, ക്ഷീണം വന്നത്, പരക്കെ അംഗീകരിക്കപ്പെടുന്നതിൽ നിന്ന് ചെറിയ വിഘ്നങ്ങൾ വന്നത് എല്ലാം ഈ പുത്തൻ പ്രസ്ഥാനക്കാർ വന്ന ശേഷമാണ് നമുക്കറിയാം. അതിനു മുമ്പുള്ള ഏത് പ്രശ്നം നോക്കുകയാണെങ്കിലും ഇപ്പം നമുക്കറിയാം, മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു ഈ കിബില തർക്കം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, കിബില തർക്കം. 20-ാം നൂറ്റാണ്ടിൻ്റെ 1-ാം ദശകത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ വാഗ്വാദങ്ങൾ നടന്നൊരു വിഷയമായിരുന്നു കിബില തർക്കം. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ പൊന്നാനി വിളക്കത്തിരുന്ന് അത് മുത്തവ്വൽ, ഇന്നത്തെ മുത്തവ്വൽ ബിരുദം പോലെ ഒരു കിതാബ് നോക്കുന്ന അതിൻ്റെ, അതായത് മതപഠനത്തിനും വേണമല്ലോ ഒരു സ്റ്റാൻഡ്, ഒരു സ്ഥലത്ത് വെക്കണമല്ലോ. അപ്പോഴല്ലേ ഇവർക്ക് ആ അംഗീകാരത്തോടുകൂടെ തബറക്കോടുകൂടെ പണ്ഡിതന്മാരുടെ ഇജാദത്ത് പ്രകാരം ദർസ് നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് അന്നത്തെ ഒരു അവസാനത്തെ ഒരു ഇരുത്തമായിരുന്നു ഈ പൊന്നാനി മഖ്തൂമികൾ സ്ഥാപിച്ച ഈ വലിയ ജുമാഅത്ത് പള്ളിയിലെ വിളക്കത്തിരിക്കൽ. എന്നാൽ 1886 വെല്ലൂർ ബാക്കിയാത്തും അതുപോലെ ലത്തീഫിയ കോളേജും വരുന്നത്. അപ്പോൾ അതിൽ അന്നൊക്കെ തമിഴ്നാട് എത്തിപ്പെടുക എന്നത് തന്നെ വലിയ പ്രയാസമാണ്. എന്നാലും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഗുരുനാഥ പരമ്പരയിൽ വരുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹം വെല്ലൂർ ബാക്കിയാത്തിലെത്തി. അദ്ദേഹം 6 കൊല്ലം അദ്ദേഹം ലത്തീഫിയയിലും വെല്ലൂർ ബാക്കിയാത്തിലുമായി താമസിച്ച് പഠിച്ചു. പൊന്നാനി മഖ്തൂമിങ്ങളുടെ പരമ്പരയാൽ വന്ന ദർസ് സിലബസാണ് അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇവർ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മഹാനവറുകൾ പഠനത്തിന് വേണ്ടി വെല്ലൂർ ബാക്കിയാത്തിലും എത്തി. ഏകദേശം ബാക്കിയാത്തിലും ലത്തീഫിയയിലുമൊക്കെയായി 6 കൊല്ലം അദ്ദേഹം പഠിച്ചു വന്നപ്പോൾ പൊന്നാനി പരമ്പരയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ അദ്ദേഹത്തിന് ഗോളശാസ്ത്രത്തിൽ വലിയ നൈപുണ്യം നേടാൻ കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാട്ടിൽ വന്ന് ദർസ് നടത്തിയപ്പോൾ
ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന മഖ്തൂമി സിലബസിന് പുറമെ അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനു പുറമെ ഗോളശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം തൻ്റെ സിലബസിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. അങ്ങനെ അത് കൂടുതൽ പഠിക്കുന്നവർ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ അക്കാലത്ത് പുറത്തിറങ്ങി. ആ പണ്ഡിതന്മാരിൽ ചില ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ അവർ പഠിച്ച ഗോളശാസ്ത്രമനുസരിച്ച് ചില പള്ളികളുടെ കിബില മറി നോക്കുമ്പോൾ അവർ പഠിച്ചതുപോലെയല്ല ജനങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചെറുപ്പക്കാർക്ക് കൂടുതൽ ആവേശം വരുമല്ലോ. അവർ ചിലർ പറഞ്ഞു ഈ പള്ളി പൊളിച്ചു മാറ്റണം. ചെറുപ്പക്കാരാണ്. ചാലിലകത്ത് കുഞ്ഞായ്മദാജി അല്ല പറഞ്ഞത്. ചാലിലകത്ത് കുഞ്ഞായ്മദാജിയിൽ നിന്ന് ഗോളശാസ്ത്രവും ഗണിതശാസ്ത്രവും പഠിച്ച യുവ പണ്ഡിതന്മാരായ ചില ആളുകൾ അവരുടെ ഗണിതമനുസരിച്ച് അവർ പഠിച്ച മാലൂമാത്തനുസരിച്ച് അവർ പള്ളിയുടെ കിബില നോക്കുമ്പോൾ അത് ഐനുൽ കിബില അഥവാ കിബിലയുടെ സ്വത്വത്തിലേക്കല്ല ജിഹത്തിലേക്ക് ഭാഗത്തേക്ക് മാത്രമേ തിരിച്ചിലാകുന്നുള്ളൂ. ഇവർ പഠിച്ച ഗോളശാസ്ത്രം അനുസരിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ അഭിപ്രായപ്പെട്ടതുപോലെ മഹാനവറുകൾക്ക് ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട്. ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ മതി, അഥവാ പടിഞ്ഞാറോട്ട്, നമ്മുടെ കേരളക്കാരാകുമ്പോൾ പടിഞ്ഞാറോട്ടേക്ക് തിരിഞ്ഞാൽ മതി. ഐനുൽ കിബില അഥവാ കിബിലയുടെ സ്വത്വത്തിലേക്ക് തന്നെ തിരിയണമെന്നും മഹാനവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ജിഹത്തുൽ കിബിലയുടെ ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ മതിയെന്നും ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫി അവർക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗോളശാസ്ത്ര പണ്ഡിതന്മാർ ചാലിലകത്ത് കുഞ്ഞായ്മദാജിൽ നിന്ന് ഗണിതശാസ്ത്രവും ഗോളശാസ്ത്രവും നന്നായി പഠിച്ച ചില ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു, നമ്മളെ ഈ പള്ളിയുടെ കിബിലമറി ഒന്നും ശരിയല്ല, അതുകൊണ്ട് പള്ളി പൊളിച്ചു പണിയണം. എന്നാൽ അവരെ ഗുരുനാഥനും ഈ ഒരു വിജ്ഞാനം ഇവിടെ വരാൻ കാരണക്കാരനുമായ ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞായ്മദാജി ചെറുപ്പക്കാരെ അടക്കാൻ ശ്രമിച്ചു. നിങ്ങൾ പഠിച്ചതൊക്കെ ശരിയാണെങ്കിലും നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന പള്ളികൾ അതിൻ്റെ പേരിൽ പൊളിച്ചു മാറ്റാൻ പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കും. മാത്രമല്ല ഇതേ നിലപാട് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ. അതായത് വെളിയങ്കോട് തട്ടാങ്ങര കുട്ടിയാമ മുസ്ലിയാർ, അതുപോലെ തന്നെ മഖ്തൂം പരമ്പരയുടെ അവസാന കണ്ണിയായ കുഞ്ഞൻ ബാവ ഖാദി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്നത് ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അഥവാ ജിഹത്തുൽ കിബിലയുടെ ഭാഗത്ത് തിരിഞ്ഞു നിൽക്കുന്ന സമ്പ്രദായം ഈ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ പഠിച്ച ഒരു വിജ്ഞാനത്തിൻ്റെ പേരിൽ അവരെ ഗണിതത്തിൻ്റെ പേരിൽ അവരെ ശാസ്ത്രീയമായ നോക്കുന്നതിൻ്റെ പേരിൽ അവരുടെ നിഗമനമനുസരിച്ച് ഈ പള്ളി തിരിയുന്നില്ല എന്ന പേരും പറഞ്ഞ് ഈ നിലവിലുള്ള പള്ളികൾ പൊളിക്കണമെന്ന വിപ്ലവകരമായ വാദങ്ങൾ നടത്തരുത് എന്ന് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ അവസാന വാക്കുകളായ ബഹുമാനപ്പെട്ട കുട്ടിയമ്മ മുസ്ലിയാർ, കുഞ്ഞമ്പാവ ഖാദിയെ പോലുള്ള മഹാന്മാർ ഇവരെ ഉപദേശിച്ചിരുന്നത്. സ്വാഭാവികമായും അഭിപ്രായങ്ങൾ വരികയും ചെറുപ്പക്കാർ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്താൽ അതിൻ്റെ ആ ചലനങ്ങളും ചർച്ചകളും ഒക്കെ വീണ്ടും വീണ്ടും പുരോഗമിക്കുമല്ലോ. അങ്ങനെ അത് മുന്നോട്ട് പോയപ്പോൾ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായം വന്നു. അങ്ങനെ 1910 ഡിസംബർ 20 അറബി മാസം പറയുകയാണെങ്കിൽ ഹിജ്റ വർഷം 1328 ദുൽഹിജ്ജ 17 നമ്മുടെ ഈ AD വർഷം കണക്കാക്കുകയാണെങ്കിൽ 1910 ഡിസംബർ 20 പുളിക്കലിൽ വെച്ച് ഈ വിഷയത്തിൽ ഒരു സംവാദം നടന്നു. അതായത് ഐനുൽ കിബില ജിഹത്തുൽ കിബില ഗോളശാസ്ത്രം പഠിച്ചത് പ്രകാരം ചില ചെറുപ്പക്കാർ ഐനുൽ കിബിലയിലേക്ക് കിബിലൻ്റെ സ്വത്വത്തിലേക്ക് നേരിട്ട് തിരിഞ്ഞു നിൽക്കണം. അതേ സമയത്ത് അത് ജിഹത്തുൽ കിബിലയായാലും മതി. ഏതായാലും ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തുക എന്നുള്ള നിലക്ക് 1910 ഡിസംബർ 20 പുളിക്കലിൽ ഒരു ചർച്ചാ സമ്മേളനം അഥവാ വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദം അങ്ങനെ നീണ്ടുപോവുക എന്നല്ലാതെ, കാരണം ഐനുൽ കിബില വേണമെന്ന് അവർ പറയുന്നു, ജിഹത്തുൽ കിബില മതി എന്നിവർ പറയുന്നു. എങ്കിലും അതൊരു തീർപ്പ് വെത്താതെ അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മയ്യഴി എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ന് മാഹി എന്നറിയപ്പെടുന്ന അവിടെ രണ്ടാമത് ഇത് സംബന്ധമായിട്ട് ഒരു നീണ്ട ചർച്ചായോഗം വിളിച്ചു കൂട്ടുകയും
ആ യോഗത്തിൽ വെച്ച് മലബാറിലെ മുസ്ലിങ്ങൾ അവരുടെ നാട്ടിൽ നിലവിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആ രൂപം അങ്ങനെ തന്നെ നിസ്കരിച്ചാൽ മതി, അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഒരു കടലാസിൽ എഴുതി അവർ ഉയർത്തിക്കാട്ടുകയും എല്ലാവരും ഈ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഇതിൽ ഒപ്പിടണം, ഇവിടെ ഇപ്പോൾ പുതിയ കലാപങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ആ മഹാന്മാരായ പണ്ഡിതന്മാരെ തീർപ്പ് കൽപ്പിച്ചപ്പോൾ കുറഞ്ഞ ആളുകൾ, ഈ ചെറുപ്പക്കാരായ കുറഞ്ഞ പണ്ഡിതന്മാരും അവരുടെ ഉസ്താദി എന്ന നിലയിൽ ചാതിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഒപ്പിടാൻ തയ്യാറായില്ല. എങ്കിലും അവർ ആ വാഗ്വാദങ്ങൾ അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അന്നൊരു വലിയ പ്രശ്നം, വലിയ ആലിമീങ്ങളെ ഇടയിൽ വന്ന ഈ വിഷയം പോലും പുലിക്കൽ ചർച്ചയിലൊരു തീർപ്പ് കൽപ്പിക്കാതെ പിരിഞ്ഞെങ്കിലും പിന്നെ മാഹിയിൽ വിളിച്ചുകൂട്ടിയ ആ മീറ്റിങ്ങിൽ വെച്ച് തീർപ്പ് കൽപ്പിച്ചു. തീർപ്പ് ഇങ്ങനെയാണ്: പടിഞ്ഞാറോട്ട് ഇപ്പോൾ തിരിഞ്ഞ് നിസ്കരിക്കുന്ന, അത് വജിഹത്തുൽ ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന സമ്പ്രദായം തുടരുന്നു, അത് തുടരാൻ നമ്മൾ പിന്തുണക്കുന്നു. എല്ലാ ആലിമ്യങ്ങളും ഒപ്പുവെച്ചു. ഒപ്പുവെക്കാതെ ഏതായാലും വിരലെണ്ണാവുന്ന ചെറുപ്പക്കാരായ പണ്ഡിതന്മാരും, അപ്പോൾ അവരുടെ ഉസ്താദി എന്ന നില ചാതിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അതിൽ ഒപ്പിട്ടില്ലെങ്കിലും ആ വിഷയം അതോടുകൂടെ അവസാനിക്കുകയുണ്ടായി. ഇത് നമ്മുടെ ചരിത്ര വായനയിൽ നിന്ന് നമുക്ക് വായിക്കാൻ മനസ്സിലാകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചുരുക്കത്തിൽ അത്രയും വലിയൊരു പ്രതിസന്ധി വന്നിട്ട് പോലും അവസാനം ഉണ്ടായത് സംഘർഷത്തിലേക്ക് പോയില്ല. മുസ്ലിങ്ങൾ ഭിന്നിപ്പിന് അത് കാരണമായില്ല. അതൊരു തീർപ്പ് കൽപ്പിച്ച് പിരിയുകയുണ്ടായി. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാർ നേരിട്ട് ഇടപെട്ട് അവരുടെയിലുള്ള മസല തർക്കമായാലും അല്ലെങ്കിൽ നാട്ടുകാരിലുള്ള വിഷയമായാലും സാമൂഹ്യ രാഷ്ട്രീയ തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ പണ്ഡിതന്മാരാൽ തീർപ്പ് കൽപ്പിച്ച് സമാധാനത്തോടെ ഐക്യത്തോടെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പൊതുവിലുണ്ടായത്. എന്നാൽ ഇതിനെങ്ങനെയാണ് മാറ്റം വന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനം, അതായത് യഥാർത്ഥത്തിൽ അത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. കാരണം കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുസ്ലിങ്ങളെ ഒന്നിച്ച് അണിനിരക്കാൻ വേണ്ടി തുർക്കി ആസ്ഥാനമായി നിലനിന്നിരുന്ന ഖിലാഫത്ത് ഭരണത്തെ അവസാനിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്നും അവരാണ് ശൈഥില്യമുണ്ടാക്കിയതുകൊണ്ട് അതുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന പേരിൽ തന്നെ ബ്രിട്ടീഷുകാരെ തുരത്തണമെന്ന് പറഞ്ഞ് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിന് നേതൃസ്ഥാനത്തൊക്കെ മുസ്ലിങ്ങൾ വന്നു. അപ്പം മുസ്ലിങ്ങൾ അതിൻ്റെ സമരപോരാളികളായി. അങ്ങനെയാണ് മലബാർ കലാപത്തിലൊക്കെ വലിയ നഷ്ടം നമുക്ക് സംഭവിച്ചത്. എന്നാൽ അക്കാലഘട്ടത്തിലും മഹാന്മാരായ പണ്ഡിതന്മാർ, ബ്രിട്ടീഷുകാർ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് കൊണ്ട് അവർ പോകണം. വെളിയങ്കോട് ഉമർ ഖാദിയാണല്ലോ ഗാന്ധിജിക്ക് മുമ്പ് വരെ ഈ നികുതി നിഷേധ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്ത് നിൽപ്പ് തുടങ്ങിയത്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഭരിക്കുന്ന ഗവൺമെൻറ്റുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് പോയി എല്ലാം പരാജയപ്പെടുത്തിയാൽ നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയുകയില്ല എന്നുള്ള പക്ഷക്കാർ തന്നെയായിരുന്നു പണ്ഡിതന്മാർ. അതുകൊണ്ട് അവർ ജനങ്ങളെ സമാധാനം പഠിപ്പിക്കുകയും അതേസമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് നമ്മൾ അതിന് നേതൃപരമായ പങ്ക് വഹിച്ചവരിലും നമ്മുടെ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അന്ന് ഭിന്നിപ്പിൻ്റെ ഒരു പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഭിന്നിപ്പും കേരളീയ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. എന്നാൽ എപ്പോഴാണ് ഈ ഭിന്നിപ്പ് പരിഹരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഇത് വ്യാപിച്ചത്? എപ്പോഴാണ്? അത് 1921 കാലം അഥവാ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മലബാർ കലാപം, ആ സമയത്ത് അത് കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഭിന്നിപ്പിന് ചില ആൾക്കാർ ആക്കം കൂട്ടിയത്. അതിനൊരു തുടക്കം നമുക്കിങ്ങനെ വായിക്കാം. 1921 ഏപ്രിൽ 2-3 തീയതികളിൽ തമിഴ്നാട്ടിലെ ഈറോഡ് വെച്ച് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉത്തരേന്ത്യയിലെ ചില പണ്ഡിതന്മാരാൽ രൂപീകരിക്കപ്പെട്ട മജ്‌ലിസുൽ ഉലമ എന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 1921 ഏപ്രിൽ 2-3 തീയതികളിൽ തമിഴ്നാട്ടിലെ ഈറോഡിൽ വെച്ച് ഒരു ഖിലാഫത്ത് സമ്മേളനം വിളിക്കപ്പെട്ടു. ആ സമ്മേളനത്തേക്ക് കേരളത്തിൽ നിന്ന് മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവായ മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദ്, എടരിക്കോടടുത്ത് വാളക്കുളം സ്വദേശിയായ മഹാൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ വഴിയെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ സൂഫി വര്യനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കൂടിയാണ് അബ്ദുൽ ബാരി മുസ്ലിയാർ
ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൊക്കെ സജീവ പങ്കാളിയാകാനുണ്ടായ കാരണം. ഏതായാലും ആ 921 ഏപ്രിൽ 2-3 തീയതികളിൽ കോയമ്പത്തൂരിൽ തമിഴ്നാട്ടിലെ ഈറോഡ് വെച്ച് നടന്ന ഖിലാഫത്ത് പ്രസ്ഥാന സമ്മേളനത്തിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് മുഹമ്മദ് അബ്ദുൽ മുസ്ലിയാർ, അതുപോലെ തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി, അയാളാണ് പിന്നെ കെ മൗലവിയായി മാറിയത്, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, ഈ മൊയ്ത് മൗലവി നമുക്ക് അറിയാലോ, അദ്ദേഹം മതപണ്ഡിതന്മാരെക്കാളും അറിയപ്പെടുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിട്ടാണ്. ഈ സംഘം 1921 ഏപ്രിൽ 2-3 തീയതികളിൽ തമിഴ്നാട്ടിലെ ഈറോഡിൽ വെച്ച് ചേർന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ എത്തിയപ്പോൾ ഈ കെ എം മൗലവിയും അതുപോലെ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, ഈ മൊയ്ത് മൗലവി പോലുള്ള ആളുകൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സംഘാടകർ തന്നെ പണ്ഡിതന്മാർക്കൊരു വേദി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, മജ്‌ലിസുൽ ഉലമ എന്ന് പറഞ്ഞ ഉത്തരേന്ത്യയിൽ, അതിൻ്റെ ഒരു കേരളീയ രൂപം നമുക്ക് ഇവിടെ വെച്ച് രൂപീകരിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാർ പറഞ്ഞു, നമ്മളിവിടെ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി വന്നവരല്ല, നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടാനുള്ള നമ്മുടെ വേദിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം, അതിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഇനി നമുക്ക് ഉത്തരേന്ത്യയിലെ ചില പണ്ഡിതന്മാർ പ്രവർത്തിക്കുന്ന മജ്‌ലിസുൽ ഉലമയോ മറ്റോ സംഘടന രൂപീകരിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഉസ്താദന്മാരായ മഹാന്മാരില്ലേ, ആ മഹാന്മാരുമായി ചർച്ച നടത്തി അവരെ തീർപ്പിന് വിധേയമായി നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ കെ എം മൗലവിക്കും കട്ടിലശ്ശേരി മൗലവിക്കും ഈ മൊയ്ത് മൗലവിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവരവിടെ നിന്ന് ഒരു കടലാസ് സംഘടന രൂപീകരിച്ച് പൊക്കിപ്പിടിച്ച് പാകമുള്ളവർ ഒപ്പിട്ടോളിയോ, അബ്ദുൽ ബാരി ഉസ്താദ് ഒപ്പിട്ടില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തു, അങ്ങനെ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കിയെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതുമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വേണ്ടതുപോലെ കഴിഞ്ഞില്ല. എന്നാൽ കെ എം മൗലവിയും കൂട്ടരും ഈ സംഘടന രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരുന്നെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ 1921 ഏപ്രിൽ 23, 24, 25, 26 തീയതികളിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഖിലാഫത്ത് കോൺഗ്രസ് സംയുക്ത സമ്മേളനത്തിൽ, ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിൻ്റെ കുട്ടിയാണ്, വളർത്തു കുട്ടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ അതിൽ പങ്കെടുക്കാനുണ്ടായ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള ഒരു വേദി എന്ന നിലയിലാണ്. എന്നാൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും കോൺഗ്രസും സംയുക്തമായി 921 ഏപ്രിൽ 23, 24, 25, 26 തീയതികളിൽ ഒറ്റപ്പാലത്ത് ഒരു സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് മജ്‌ലിസുൽ ഉലമ രൂപീകരിച്ചു. ഈ നേരത്തെ പറഞ്ഞ ഈ വഹാബികളായി പിന്നെ മാറിയ ഈ മൗലവിമാർ. അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് കെ മൗലവിയായിരുന്നു. എന്നാൽ 921 ആഗസ്റ്റ് 1 മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇത് നാമാവശേഷമായി. മാത്രമല്ല ഇവരെന്നെ നാട് വിട്ടു. അങ്ങനെയാണല്ലോ ഇവർ ഏറിയാട്ടേക്ക് പോയത്. സംഘടനയും പോയി, അവരും പോയി. അവർ ഏറിയാട്ടേക്ക് ഒളിച്ചു പോകാനുണ്ടായത്. മലബാർ കലാപത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മലബാർ കലാപത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് ഒന്ന് നെല്ലിക്കുത്ത് ആരി മുസ്ലിയാർ, അതുപോലെ സമസ്തയുടെ സ്ഥാപക നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ആ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നു ആര്, ഈ കെ എം മൗലവി എന്ന് പേരിൽ അറിയപ്പെട്ട തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നാ പറയാം. 1921 ആഗസ്റ്റ് 11 1921 ആഗസ്റ്റ് 16 കലക്ടർ EF തോമസ് ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ആർക്കൊക്കെതിരെ? പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി, അതുപോലെ നെല്ലിക്കുത്ത് ആരി മുസ്ലിയാർ. ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. എന്നാൽ കേരള മുസ്ലിങ്ങളെ ചരിത്രം നമ്മൾ പിന്നീടുള്ള ആ അറസ്റ്റ് വാറണ്ട് മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം, ഈ ആരി മുസ്ലിയാർ അദ്ദേഹം ഒരു കോംപ്രമൈസിനും ആരുമായി തയ്യാറാകാതെ
രാജ്യത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വലിക്കുകയില്ല എന്ന നിലക്ക് ഉറച്ച പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറായപ്പോൾ അതുപോലെ മറ്റു പണ്ഡിതന്മാരും പോരാട്ടത്തിൽ തന്നെയാണ്. എന്നാൽ തിരൂരങ്ങാടി ആസ്ഥാനാണ് ആര്യ മുസ്ലിയാർ. അദ്ദേഹം നെല്ലിക്കുത്തുകാരനാണെങ്കിൽ അന്ന് മുദരിസ് തിരൂരങ്ങാടി പള്ളിയിലാണ്. അതാണെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനവുമാണ്. അതുകൊണ്ട് ആര്യ മുസ്ലിയാർ അവർക്ക് വലിയ ധീരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കെ 1861 ബഹുമാനപ്പെട്ട ആര്യ മുസ്ലിയാരെ പിന്നെ 1922 പിടിക്കപ്പെട്ടു. അങ്ങനെ കോയമ്പത്തൂർ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. അതൊക്കെ നമുക്ക് അറിയുന്ന ചരിത്രങ്ങളാണ്. പക്ഷേ അദ്ദേഹം വെറുക്കപ്പെട്ടവരെ കരങ്ങളാൽ അവർ തൂക്കിയ കയറിൽ തൂങ്ങാൻ അവസ്ഥ അദ്ദേഹത്തിന് വന്നില്ല. ഇന്ന് നിങ്ങളുടെ അവസാന ദിനമാണ് എന്ന് ബ്രിട്ടീഷിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞപ്പോൾ, അതും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആര്യ മുസ്ലിയാരെ വിളിച്ചുണർത്തി പറഞ്ഞപ്പോൾ, മഹാനവറുകൾ അവരോട് എനിക്ക് ചൂടുള്ള വെള്ളം വേണം അല്പം, അത് അവസാനത്തെ ഒരാഗ്രഹമാണ്. അങ്ങനെ അവർ ആ വെള്ളം എത്തിച്ചു കൊടുത്തപ്പോൾ ശാന്തനായി അതുകൊണ്ട് ഒളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം സുജൂദിൽ കടക്കുമ്പോൾ റഹ്മാനായ റബ്ബിനോട് താൻ വെറുക്കപ്പെട്ടവരെ കരങ്ങളാൽ എൻ്റെ മരണം സംഭവിക്കരുത്, നീ അർഹമുർ-റഹീമാൻ, എൻ്റെ മൗത്തിൻ്റെ സമയമാണെങ്കിൽ അവരെ കൈകളാലല്ലാതെ ഈമാൻ സലാമത്താക്കി തരണം, ആഖിബത്ത് നന്നാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുജൂദിനായി മഹാനവർ മരണപ്പെട്ടു എന്നാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെതിരെ എക്കാലത്തും കള്ളപ്രചരണം നടത്തിയതുപോലെ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ദുരാരോപണമാണ് ഞങ്ങൾ തൂക്കിലേറ്റിയതാണ് എന്നത്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. ഏതായാലും മഹാനവറുകളെ പറ്റി ധാരാളം ചരിത്രഗ്രന്ഥങ്ങളുണ്ട്. ചരിത്രകാരനായ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ ഇത് സംബന്ധമായി മലയാളത്തിലെ മഹാരഥന്മാരെന്ന് വല്ല പേരിലും മറ്റും ഇറക്കിയ പുസ്തകങ്ങളിലൊക്കെ ഇത് സംബന്ധമായി നമുക്ക് കൂടുതൽ വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ അതിലുണ്ടായിരുന്ന വേറെ ഒരാളാണ് ഞാൻ പറഞ്ഞ തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി. അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് തടി സലാമത്താക്കി, യുദ്ധത്തിൽ നിന്നൊക്കെ പിന്മാറി തടി സലാമത്താക്കുകയാണ് ചെയ്തത്. എന്നാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹം ഒരിക്കലും എന്തായില്ല, നാടുവിടാനോ പോയില്ല, ബ്രിട്ടീഷുകാരെ പിടിയിൽ പെട്ടതുമില്ല. അദ്ദേഹം സമരരംഗത്ത്, എന്നാൽ അദ്ദേഹത്തിൻ്റെ സമര രീതി വ്യത്യാസമായിരുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, ബ്രിട്ടീഷുകാർ പോകണം, അതിൽ തർക്കമില്ല. അതേ സമയത്ത് ആ പോരാട്ടം നിലവിലുള്ള സർക്കാരുമായുള്ള ഏറ്റുമുട്ടലാകാൻ പാടില്ല. രാജ്യത്തൊരു ഭരണവ്യവസ്ഥിതി അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ടായിരിക്കണം. ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം തുടരുക തന്നെ വേണം. പക്ഷേ അതിൻ്റെ പേരിൽ കലാപങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത്. ഈ കലാപങ്ങൾ പലപ്പോഴും ഇവിടുത്തെ മനുഷ്യരെ ചേരിയാക്കി 2 കൂട്ടരാക്കി തല്ലിപ്പിക്കുകയാണ്. അത് എക്കാലത്തുണ്ടോ? ഇപ്പോൾ ജമൽ യുദ്ധത്തിൻ്റെ ചരിത്രമൊക്കെ നോക്കിയാൽ അറിയാലോ. അതൊക്കെ ഒരിക്കലും അവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തിനാണ് കൂഫയിലേക്ക്, ഇറാഖിലേക്ക് വന്നത്? അലി ഇബ്നു അബീ താലിബിൻ്റെ ഭരണസിരാ കേന്ദ്രം കൂഫയിലേക്ക് മാറിയപ്പോൾ ഭരണാധികാരിയെ കണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയാളികളെ പിടികൂടുന്ന അന്വേഷണം സ്പീഡിലാക്കണം എന്ന് നേരിട്ട് നിവേദനം നടത്താൻ വേണ്ടി മദീനത്തു നിന്ന് പോരുന്ന സംഘക്കാർ ആവശ്യപ്പെട്ടു, നിങ്ങളും കൂടി ഒന്ന് പോന്നാൽ നമുക്ക് പറയുമ്പോൾ ഒരു ബലം ഉണ്ടാവുമല്ലോ, റസൂലുള്ളാഹിൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് വന്നതാണ്. എന്നാൽ അവിടെ എത്തി അലി ഇബ്നു അബീ താലിബുമായി ശാന്തമായി സംസാരിച്ചു. അതൊക്കെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ 3ാമതൊരു വിഭാഗം ഇടയിൽ പാഞ്ഞുകൊണ്ടാണ് പിന്നീട് അവിടെ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മലബാർ കലാപത്തിലൊക്കെ പരിശോധിച്ചാൽ കാണാം, 3ാമതൊരു കക്ഷിയെ ഇടപെട്ടുകൊണ്ട് നേരിട്ടുള്ള, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ നാട്ടുകാർക്കെതിരെ അവർ മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാക്കി അതിൽ നിരപരാധികളെ കൊല്ലുക എന്ന ഏറ്റവും ദുഷിച്ച നിലപാടിലേക്ക് ബ്രിട്ടീഷുകാർ നീങ്ങുന്നത് തന്ത്രശാലിയായ പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്വതന്ത്ര സമര രംഗത്തുള്ള ആളുകളോട് സമാധാനത്തോടുകൂടി, അതായത് നേരിട്ടുള്ള പോർവിടി നടത്താതെ, നമ്മുടെ പോരാട്ടം ബ്രിട്ടീഷിൽ നിന്ന് വന്ന മനുഷ്യരോടല്ല, അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളോടല്ല. സമരത്തിൻ്റെ പേരിൽ ഒരു സർക്കാർ ഓഫീസുകളും തകർക്കാൻ പാടില്ല, ഒരു സിവിലിയന്മാർക്കും അപകടം വരാൻ പാടില്ല.
എന്നുള്ള നിലക്ക് സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെ അദ്ദേഹം അവസാനം വരെ ഉറച്ചു നിന്നു. അദ്ദേഹത്തെ ചരിത്രമായി നമുക്ക് കാണാം, മലപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നിടത്തേക്ക് ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതെ ഖിലാഫത്ത് പ്രസ്ഥാന സമരസേനാനികൾ പോലീസ് സ്റ്റേഷൻ പൊളിക്കുന്ന രൂപത്തിലേക്ക് സമരം മാറുമോ എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി വളരെ നല്ല പ്രാസംഗികയായിരുന്ന ബാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ തൻ്റെ നാവിൻ്റെ ചാരുത, ആ പ്രസംഗ വൈഭവം കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഖിലാഫത്ത് പ്രസ്ഥാന നായകരെ മാറ്റി നിർത്തുകയും അങ്ങനെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നവർ ശാന്തരും സമാധാനപ്രിയരും മസ്ലഹത്തിൻ്റെ ആളുകളുമായിരിക്കണം. മനുഷ്യന്മാരെ, സിവിലിയന്മാരെ കൊലപ്പെടുത്തുന്നിടത്തേക്കോ സർക്കാർ സ്ഥാപനങ്ങളെ തകർക്കുന്നിടത്തേക്കോ അതുപോലെ കൃഷികൾ നശിപ്പിക്കുന്നിടത്തേക്കോ ഒന്നും ഈ സമരം പോകാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വിഷയത്തിൽ രക്ഷപ്പെട്ടു. പിന്നെ അദ്ദേഹം ആ വിഷയത്തിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് നമ്മുടെ ചരിത്രമായി നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമ്മൾ സമസ്തയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ദീർഘകാലത്തെ വൈസ് പ്രസിഡൻറ്റും അത്രയും കാലം പ്രസിഡൻറ്റുമായി മരണം വരെ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി എന്ന നിലയിൽ പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ചരിത്രം നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പറ്റി ഇവിഷയകമായി കൂടുതൽ പറയാമെന്നുകൂടെ ഞാൻ വാക്ക് തരികയാണ്. ഏതായാലും ചുരുക്കി പറയാം, ബഹുമാനപ്പെട്ട പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പിന്നെ നേതൃത്വത്തിൽ ആ പിന്നെ മഖ്തൂം പരമ്പര തുടങ്ങി വെച്ച ആ വൈജ്ഞാനിക വിപ്ലവം പിന്നെയും തുടർന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ചരിത്രം പരിശോധിച്ചാൽ അത് എവിടേക്കാണ് പോണത്? അത് ഒളിച്ചോട്ടത്തിൻ്റെ പിന്നെ വിഷയത്തിലേക്കാണ് പോണത്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ ഗവൺമെൻറ് സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളോട് അലി ഇബ്നു അബീ താലിബിൻ്റെ ധീരതയുള്ള മഹാനാണ് എന്ന് സർക്കാർ ചെലവിൽ നമ്മുടെ പിഞ്ചു കുട്ടികളെ പഠിപ്പിച്ചവരാണ് ഒരു കാലത്ത് ഇവിടുത്തെ വഹാബികൾ. പക്ഷെ ചരിത്രം വായിക്കുമ്പോൾ അലി ഇബ്നു അബീ താലിബിൻ്റെ ഗുണങ്ങളിൽ ഒരു രോമത്തിൻ്റെ ഗുണം പോലും അദ്ദേഹത്തിന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയില്ല. ഞാൻ വ്യക്തി ആക്ഷേപത്തിന് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല, പക്ഷെ അദ്ദേഹത്തെ ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ അളിയൻ KMCC അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ മൗലവി കൊച്ചി സ്റ്റേറ്റിലെ കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ മകളെ ഭർത്താവാണ് KM മൗലവി. ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ മകനാണ് KMCC മൗലവി. അപ്പോൾ ഒരു ആങ്ങളമാരാണല്ലോ. 1921 ആഗസ്റ്റ് 20 കൊടുങ്ങല്ലൂരിനടുത്ത പാങ്ങാട്ട് ഒരു ഖിലാഫത്ത് സമ്മേളനത്തിൽ പ്രസംഗിക്കാനെന്ന പേരിലാണ് MCC മൗലവിയും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും അവിടെ എത്തിയത്. ആ സമയത്ത് ഇവിടെ മലബാറിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇവിടുന്ന് മുസ്ലിങ്ങൾക്ക് അതിന് പിന്മാറാൻ കഴിയില്ലല്ലോ, ബ്രിട്ടീഷുകാർ തോക്കുമായിട്ട് വരില്ലേ, അപ്പോൾ അതിന് പിന്മാറാൻ കഴിയില്ല. ഇവിടെ വമ്പിച്ച പോരാട്ടം രാജ്യത്തിന് വേണ്ടി. ഇവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു വന്നില്ല. അവിടെ നല്ല സുഖമായി ആ ബ്രിട്ടീഷുകാർ ഒരുക്കി കൊടുത്ത കോളനിയിൽ അവർ സുഖമായി ജീവിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ MCC മൗലവി തൻ്റെ അളിയനായ KM മൗലവിക്ക് ഒരു കത്തയച്ചു. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, അളിയൻ എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും കൊടുങ്ങല്ലൂർ എത്തിച്ചേരണം, നമുക്കിവിടെ സുഖമായി കഴിഞ്ഞുകൂടാ. നാട്ടുരാജഭരണമാണ് അവിടെ. ആ നാട്ടുരാജഭരണമായതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഷെറ് നമ്മളെ നാട്ടിലത്തേതുപോലെ ഇവിടെ ഇല്ല. രാത്രി പരപ്പനങ്ങാടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കടപ്പുറം വഴി കൂട്ടായി വരെ നടക്കണം. അവിടെ നിന്ന് തോണിയിൽ പൊന്നാനി എത്തുക. അവിടെ നിന്ന് കടലിൽ വെച്ച് തന്നെ മറ്റൊരു തോണിയിൽ മാറിക്കയറണം. വെളുത്ത കടവിലെത്തിയാൽ അരീക്കോട്ടേക്ക് ബോട്ടുണ്ടാവും. അളിയങ്കാക്ക, അതായത് ഭാര്യയുടെ ആങ്ങള KM മൗലവിയോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്തോളി, രാത്രി വരെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുക, രാത്രി പരപ്പനങ്ങാടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് കടപ്പുറം വഴി കൂട്ടായി വരെ നടക്കുക, അവിടെ നിന്ന് തോണിയിൽ പൊന്നാനി എത്തുക, അവിടെ നിന്ന് കടലിൽ വെച്ച് തന്നെ മറ്റൊരു തോണിയിൽ മാറിക്കയറുക, എന്നിട്ട് വെളുത്ത കടവിലെത്തിയാൽ അവിടെ നിന്നിട്ട് അഴീക്കോട്ടേക്ക് ബോട്ട് കിട്ടും. അങ്ങനെ തടി സലാമത്താക്കണമെന്ന് അളിയൻ്റെ കത്ത് കിട്ടി. അങ്ങനെ കൊടുങ്ങല്ലൂരിലെത്തിയ ഈ KM മൗലവി, അന്നൊന്നും KM മൗലവി അല്ല, തയ്യിൽ മമ്മൂട്ടി മൗലവി എന്നാ പറയാം, അദ്ദേഹം
അവിടെ എത്തി. അദ്ദേഹം നേരത്തെ തന്നെ ഇങ്ങനെ കുറിപ്പാത്തുകൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു, എഴുത്തുകാർ. അതുകൊണ്ടാണ് കാത്തിബ് മുഹമ്മദ് എന്നും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പേര് തൂലികനാമത്തിൽ അദ്ദേഹത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ എത്തി തയ്യൽ എന്ന കുടുംബ പേര് ഒഴിവാക്കി കാത്തിബ് എന്നതിൻ്റെ ഫുള്ള് ഒഴിവാക്കിയിട്ട് കാത്തിബ് എന്ന് കെ എന്നും മുഹമ്മദ് എന്ന് എമ്മു കൊടുത്തിട്ട് കെ എം മൗലവി എന്ന അങ്ങനെ അദ്ദേഹം ഒരു പേരൊക്കെ ചേഞ്ച് ചെയ്ത് ഈ പേര് ചേഞ്ച് ചെയ്യൽ മുജാഹിദ് മൗലവിമാരിൽ പലർക്കും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചരിത്രത്തിൽ അത് എവിടെയെങ്കിലും നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ പറയാം. ഏതായാലും കൊടുങ്ങല്ലൂരിൽ എത്തിയവരിൽ MCC അബ്ദുറഹ്മാൻ മൗലവിക്ക് പുറമെ EK മൗലവി, അങ്ങനെ പല മൗലവിമാർ, ഇവർക്ക് പറ്റിയവരൊക്കെ അങ്ങനെ ചുളിവിലൂടെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് ആരെയും അറിയിക്കാതെ ഒക്കെ അവിടെ എത്തി അവരൊരു കോളനി പോലെ അവിടെ ഇങ്ങനെ സന്തോഷത്തോടു കൂടെ ജീവിക്കുക. നാട്ടുകാരോ ഇവിടെ ഏറനാട്, വെള്ളുവനാട്, അതിൽപ്പെട്ട പ്രദേശങ്ങളായ പൂക്കോട്ടൂർ, അതുപോലെ നമ്മുടെ തിരൂരങ്ങാടി വലിയ പോരാട്ടം, 10,000-കണക്കിന് കുട്ടികൾ സ്ത്രീകൾ വിധവകളായി, ധാരാളം കുട്ടികൾ അനാഥകളായി, പുരുഷന്മാരൊക്കെ കൊലയപ്പെട്ടുകയോ അന്തമാൻ പോലുള്ള കൊടുങ്കാട്ടിലേക്ക് നാട് കടത്തുകയോ ചെയ്തപ്പോൾ ഈ മൗലവി തമ്പുരാക്കന്മാർ സുഖസമ്പൂർണമായി അവിടെ ജീവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ പ്രത്യേകിച്ച് നമുക്കറിയാലേ ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് ഭൗതിക വിദ്യാഭ്യാസമുള്ള നല്ല എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ അയ്യങ്കാളി, അതുപോലെ വാഗ്ബടാനന്ദൻ, VD ഭട്ടതിരിപ്പാട്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ ഏരിയയിൽ. അവരിട്ടൊക്കെ നല്ല ബന്ധമായി ഇവരിങ്ങനെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ എന്നൊക്കെ പേരൊക്കെ ഇട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ അവർ ജീവിച്ചു. ഇവിടെ സജീവമായ പോരാട്ടങ്ങളുണ്ടായി. പിന്നെ അവർക്ക് അവിടെ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി, പിന്നെ KM സീതി സാഹിബ്, അദ്ദേഹത്തിൻ്റെ പിതാവ് കൊട്ടപ്പുറത്ത് സീതി മുഹമ്മദ്, ഇങ്ങനെയുള്ള പലരുടെയും ഒരു കൂട്ടുകെട്ട് അവിടെ രൂപപ്പെടുകയും ആ കൂട്ടുകെട്ട് ഉണ്ടാക്കിയ നേരത്തെ അവർ രൂപീകരിച്ച് പിരിച്ചുവിടാൻ പോലും ആളില്ലാതെയായ മജ്‌ലിസുൽ ഉലമക്ക് പകരം നിഷ്പക്ഷ സംഘം അവരാദ്യം രൂപീകരിക്കാൻ കണ്ടായത് അവിടെയുള്ള ഗോത്രപ്രമുഖരുടെ ഭിന്നിപ്പ് തീർക്കുക. അങ്ങനെ ഇവർ അവിടെ ഒന്നുകൂടിയവരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടിലും കക്ഷിയാണില്ല എന്ന് പറഞ്ഞ നിഷ്പക്ഷ സംഘം, പിന്നീട് ഐക്യസംഘം, അതൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ അവർ മതപരമായ ഫിത്ന ഉണ്ടാക്കി. ഈ മതപരമായ ഫിത്നയാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സഭ രൂപീകരിക്കാൻ കാരണമായത്. ഇന്ന് അല്പം വൈകിപ്പോയി. ഇൻഷാ അല്ലാഹ് ഇത്ര തന്നെ സമയമെടുക്കാതെ കുറേശ്ശെയായി എല്ലാ ദിവസവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ നമുക്ക് പോകാം. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പ്രതിഫലം ലഭിക്കുന്ന അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർക്കും അള്ളാഹു അതുപോലെ ആഫിയത്തുള്ള ബറക്കത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ രാജ്യം പഴയ സ്ഥിതിയിലേക്ക് തന്നെ അള്ളാഹു തിരിച്ചെത്തിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് ശൈഥില്യമുണ്ടാക്കുന്നവർ ആരായാലും അവരിൽ നിന്ന് രാജ്യത്തെ അള്ളാഹു കാക്കട്ടെ. ഇപ്പം ശൈഥില്യം ഉണ്ടാക്കുന്നത് ലോകത്തിന് മനസ്സിലായി പാകിസ്ഥാനാണെന്ന്. അവർ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറ്റക്കാരെ അയച്ച് നിരപരാധികളായി, പ്രത്യേകിച്ച് ഈ ടൂറിന് പോകുന്ന ആൾക്കാരെന്ന് അവർക്ക് ആരോടൊരു വിദ്വേഷം ഉണ്ടാവില്ല. അവർ പ്രകൃതി ആസ്വദിക്കാൻ പോകുന്നവരാണ്. അങ്ങനത്തെ ആളുകൾ എന്ത് ക്രൂരതയാണ് ചെയ്തത്. അവർ പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക, പെണ്ണുങ്ങളോട് പൊയ്ക്കോളി എന്ന് പറയുക, എന്നിട്ട് അങ്ങനെ നിരപരാധികളായ 27ഓളം ആളുകളെ നിഷ്ഠൂരമായി വെടിവെച്ചു കൊല്ലുകയും ആ പ്രതികളെ പിടിച്ചു കൊടുക്കാൻ സഹായിക്കുന്നതിന് പകരം ഇവിടെ അതിർത്തിയിലെ പാവപ്പെട്ട മനുഷ്യരെ നിരന്തരം പീഡിപ്പിക്കുക, വെടിവെച്ച് കൊല്ലുക. ഇപ്പോഴും ഞാൻ ഈ സംസാരം നടത്തുമ്പോഴും വാർത്തകൾ ശ്രദ്ധിച്ചാൽ കാണാം, ഷെല്ലുകൾ വീണ് ഷെല്ലുകൾ അയച്ച് പാവം മനുഷ്യരെ, പ്രത്യേകിച്ച് കുട്ടികളെ, വീട്ടമ്മമാരെ ആക്രമിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾ ഇടപെട്ട് വെടിനിർത്തലിൻ്റെ കരാറിലെത്തി എന്ന ഒരു ആശ്വാസ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ അതിർത്തികളിലെ കുടിലുകളിൽ താമസിക്കുന്ന സിവിലിയന്മാരായ പാവപ്പെട്ടവർക്കെതിരെ ശല്യാക്രമണം നടത്തി ശൈഥില്യം ഉണ്ടാക്കുകയാണ്. അവരിൽ നിന്ന് ഈ നാടിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ
ഇന്നത്തെ പ്രസംഗം നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും ഞാൻ പറയുന്ന ചരിത്ര സംബന്ധമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ 8547871313 നമ്പറുമായി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.